നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്രീഷ്മയുടെ വാദം ഏശിയില്ല. കാമുകനെ വിളിച്ചു വരുത്തി വിഷം കൊടുത്തു കൊന്ന കേസിൽ കോടതി തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. ബോബി ചെമ്മണ്ണൂരിന് കാക്കനാട് ജില്ലാ ജയിലിൽ വഴിവിട്ടു സഹായം ചെയ്ത സംഭവത്തിൽ നടപടി വരുന്നു. മധ്യമേഖല ജയിൽ ഡിഐജിയെയും കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിനെയും സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. യഹൂദ വിരുദ്ധത എന്ന വിഷയത്തിനെതിരെ പോരാടാൻ തീരുമാനിച്ചതായി പോളണ്ട് സന്ദർശനത്തിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവിന്റെ സന്ദേശങ്ങൾ ജയിലിൽ നിന്ന് പുറം ലോകത്തെത്തിച്ചതിന്റെ പേരിൽ അലക്സി നവൽനിക്ക് വേണ്ടി വാദിച്ച 3 അഭിഭാഷകരെ തടവിന് ശിക്ഷിച്ച് റഷ്യൻ ഭരണകൂടം. ഗാസയിൽ ആശ്വാസത്തിന്റെ ദിനങ്ങൾ. ഗാസയിലെ ആക്രമണത്തിന് വിരാമം കുറിക്കുന്ന വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകി ഇസ്രയേൽ ക്യാബിനറ്റ്. മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ആക്രമിച്ച പ്രതിയുടെ പുതിയ ചിത്രം പുറത്തുവിട്ടു. ഇത്തവണ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. ആ കയ്യൊപ്പുകൾ അച്ഛൻ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെ. സഹോദരി ഉഷ മോഹൻദാസും തമ്മിലുണ്ടായിരുന്ന സ്വത്ത് തർക്ക കേസിൽ മന്ത്രി KB ഗണേഷ് കുമാറിന് അനുകൂലമായി നിർണായക ഫോറൻസിക് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. കാമുകനെ വീട്ടിൽ വിളിച്ചു വരുത്തി വിഷം കൊടുത്തു കൊന്ന കേസിൽ കുറ്റക്കാർക്കെതിരെ ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ശിക്ഷയിൽ വാദം നടന്ന ശേഷമാണ് കോടതി വിധി തിങ്കളാഴ്ച പുറപ്പെടുവിക്കാനായി മാറ്റിവെച്ചത്. ഷാരോണിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയും 3-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. തുടർന്ന് കോടതിയിൽ അന്തിമവാദത്തിന് അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതി ഗ്രീഷ്മ കോടതിയെ സമീപിക്കുകയായിരുന്നു. ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്ന ആവശ്യമടക്കം എഴുതി തയ്യാറാക്കിയ വാദങ്ങളാണ് ഗ്രീഷ്മ കോടതിയിൽ നൽകിയത്. അതേസമയം ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. 302 വകുപ്പ് പ്രകാരം കൊലക്കുറ്റമാണ് പ്രതിയിൽ ചുമത്തിയിരിക്കുന്നത്. സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. കുറ്റകൃത്യത്തിനു ശേഷം പ്രതിക്ക് യാതൊരുവിധ പശ്ചാത്താപവും ഉണ്ടായിട്ടില്ല. കൊലപാതകം അബദ്ധത്തിൽ സംഭവിച്ചതല്ല, മനഃപൂർവ്വം നടത്തിയതായതിനാൽ പ്രതിക്ക് ഒരു ദയയും അർഹിക്കുന്നില്ല. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. കോടതി വെറുതെ വിട്ട 2-ാം പ്രതി അമ്മയെയും ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷാരോണിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് കാക്കനാട് ജില്ലാ ജയിലിൽ വഴിവിട്ടു സഹായം ചെയ്ത സംഭവത്തിൽ മധ്യ മേഖലാ ജയിൽ ഡിഐജിയെയും കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിനെയും സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. ജയിൽ ആസ്ഥാനത്തെ ഡിഐജി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് 2 ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടിക്ക് ശുപാർശ ചെയ്തത്. ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം, മധ്യമേഖല ജയിൽ ഡിഐജി P അജയ് കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാൻ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിന്മേൽ ആഭ്യന്തര സെക്രട്ടറിയാകും നടപടി സ്വീകരിക്കുക. കാക്കനാട് ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ കഴിയുമ്പോഴാണ് മധ്യമേഖല ജയിൽ ഡിഐജി P അജയ് കുമാർ ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കളുമായി ജയിലിൽ എത്തിയത്. ജയിൽ ചട്ടങ്ങൾ പാലിക്കാതെ ബോബി ചെമ്മണ്ണൂരുമായി 2 മണിക്കൂറിലധികം സമയം ചെലവഴിക്കാൻ ഇവർക്ക് അവസരം നൽകിയിരുന്നു. സൂപ്രണ്ടിന്റെ മുറിയിൽ ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു വരുത്തുകയും ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തുകയും ചെയ്തുവെന്നും ഡിഐജിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. യഹൂദ വിരുദ്ധത എന്ന വിഷയത്തിനെതിരെ പോരാടാൻ തീരുമാനിച്ചതായി പോളണ്ട് സന്ദർശനത്തിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ പറഞ്ഞു. ജർമ്മൻ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്ന ഓഷിറ്റ്സ് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു സ്റ്റാർമർ. ദൃശ്യങ്ങൾ ഇന്നും ഭയാനകമാണെന്നും ക്യാമ്പിലുണ്ടായിരുന്നവരുടെ മുടി, ഷൂസുകൾ, സ്യൂട്ട് കേസുകൾ, പേരുകളും വിശദാംശങ്ങളും എന്നിങ്ങനെ മനുഷ്യജീവനൊഴികെ എല്ലാം വളരെ സൂക്ഷ്മമായി സൂക്ഷിച്ചിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിരോധവും സുരക്ഷയും ചർച്ച ചെയ്യുന്നതിനായി രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളുമായി ചർച്ചകൾക്കായി പോളണ്ടിലെത്തിയതായിരുന്നു സർ കെയർ സ്റ്റാർമർ. പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ താൻ തീരുമാനിച്ചതായി സർ കെയർ സ്റ്റാർമർ പറഞ്ഞു. ലണ്ടനിൽ ATM പിൻ തട്ടിപ്പ് വ്യാപകമായതോടെ ജിമ്മുകളിലെ ലോക്കറുകൾക്ക് ബാങ്ക് കാർഡിന്റെ പിൻ നമ്പർ നൽകരുതെന്ന് ബ്രിട്ടീഷ് പൗരന്മാരോട് ആവർത്തിച്ച് അഭ്യർത്ഥിച്ച് ലണ്ടൻ പോലീസ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ സെൻട്രൽ ലണ്ടനിലെ ഒരു ആഡംബര ജിമ്മിൽ ലോക്കർ കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇരയെ രഹസ്യമായി നിരീക്ഷിച്ച് ഡെക്ലാൻ മർഫി എന്ന കുറ്റവാളി അക്കൗണ്ടിൽ നിന്ന് തട്ടിയെടുത്തത് 500 പൗണ്ടാണ്. ലോക്കറിൽ നിന്ന് ഇരയുടെ ഫോണും ബാങ്ക് കാർഡും മോഷ്ടിച്ച ശേഷം ആ കാർഡ് ഉപയോഗിച്ച് പണം തട്ടുകയായിരുന്നു. ഇതോടെയാണ് പോലീസിന് പിൻകോഡ് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നത്. അറസ്റ്റിലായ പ്രതി വിചാരണ നേരിടുകയാണ്. 2025 ഏറ്റവും വിലക്കുറഞ്ഞ പാക്കേജ് അവധിക്കാല ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായി മധ്യ ഇറ്റാലിയൻ മേഖലയിലെ ടസ്കാനിയെ തിരഞ്ഞെടുത്തു. UK-യിലെ ഏറ്റവും വലിയ ടൂർ ഓപ്പറേറ്റർമാരായ Jet2 ഹോളിഡേയ്സ്, 2E, EasyJet ഹോളിഡേയ്സ് എന്നിവയിൽ നിന്ന് ഏകദേശം 6000 പാക്കേജ്
അവധി ദിനങ്ങൾ വിശകലനം ചെയ്താണ് ടസ്കാനിയെ തിരഞ്ഞെടുത്തത്. സ്പെയിനിലെ കോസ്റ്റ ബ്രാവ, ഗ്രീസിലെ കോർഫു തുടങ്ങിയ അറിയപ്പെടുന്ന ബജറ്റ് മേഖലകൾക്ക് പിന്നിൽ ഏറ്റവും വില കുറഞ്ഞ 10 പാക്കേജ് ലക്ഷ്യസ്ഥാനങ്ങളിൽ ടസ്കാനി 8ാമതായി ഇടം നേടി. ടസ്കാനിയിൽ ഒരാഴ്ചത്തെ അവധിക്കാലം ചിലവഴിക്കാൻ ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ ഒരാൾക്ക് ശരാശരി 1034 പൗണ്ട് ചെലവാകുമെന്നാണ് വിലയിരുത്തൽ. അന്തരിച്ച പ്രതിപക്ഷ നേതാവ് നവൽനിയുടെ സന്ദേശങ്ങൾ ജയിലിൽ നിന്ന് പുറം ലോകത്തെത്തിച്ചതിന്റെ പേരിൽ അലക്സി നവൽനിക്ക് വേണ്ടി വാദിച്ച 3 അഭിഭാഷകരെ റഷ്യൻ ഭരണകൂടം വർഷങ്ങൾ നീണ്ട തടവിന് ശിക്ഷിച്ചു. നവൽനിയുടെ നിയമസംഘത്തിലെ ഏറ്റവും ഉയർന്ന അംഗമായ കോൾസേവിനെ 5.5 വർഷവും, ലിപ്സറിന് 5 വർഷവും, സെർഗൂണിന് 3.5 വർഷവും ശിക്ഷ വിധിച്ചു. എതിരാളികളെ മാത്രമല്ല, അവർക്ക് വേണ്ടി വാദിക്കുന്ന നിയമപ്രതിനിധികൾക്കെതിരെയും നടപടിയെടുക്കാൻ മടിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് പുതിന പ്രതിപക്ഷത്തിന് നൽകുന്നത്. പുടിന്റെ പ്രധാന രാഷ്ട്രീയ എതിരാളിയായ നവൽനി തന്റെ അഭിഭാഷകൻ വഴി സന്ദേശങ്ങൾ കൈമാറി ലോകവുമായി ആശയവിനിമയം നടത്തി. അത് അദ്ദേഹത്തിന്റെ ടീം സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ഇതിനിടെ ജയിലിൽ വെച്ച് നവൽനി മരണമടയുകയായിരുന്നു. ഗാസയിൽ ആശ്വാസത്തിന്റെ ദിനങ്ങളാണിനി വരിക എന്നാണ് പ്രതീക്ഷ. 15 മാസത്തോളമായി തുടരുന്ന ഗാസയിലെ ആക്രമണത്തിന് വിരാമം കുറിക്കുന്ന വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകി ഇസ്രയേലി ക്യാബിനറ്റ്. 6 മണിക്കൂറിലേറെ നീണ്ട ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ബന്ദികളെ വിട്ടയക്കാനുള്ള ചട്ടക്കൂട് ഞായറാഴ്ച മുതൽ നിലവിൽ വരുന്ന ചുരുങ്ങിയ വാക്കുകളിലുള്ള പ്രസ്താവനയാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത്. വ്യാപാരം തൊട്ട് സൈനിക സഹകരണം വരെ നീളുന്ന വിപുലമായ സഹകരണ ഉടമ്പടിയിൽ റഷ്യയും ഇറാനും ഒപ്പുവച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണിത്. US പ്രസിഡന്റായി ട്രംപ് തിങ്കളാഴ്ച അധികാരമേൽക്കാനിരിക്കെയാണ് ഇരു നേതാക്കളും തന്ത്രപ്രധാനമായ കരാറിൽ ഒപ്പിട്ടത്. എന്നാൽ കൂടിക്കാഴ്ച നേരത്തെ നിശ്ചയിച്ചതാണെന്നും ട്രംപിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധമില്ലെന്നും ക്രെംലിൻ വൃത്തങ്ങൾ പറഞ്ഞു. സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയുടെ പുതിയ ചിത്രം പുറത്ത്. കുറ്റകൃത്യത്തിനു ശേഷം പ്രതി പുറത്തിറങ്ങി വസ്ത്രം മാറി. തുടർന്ന് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. നീല ഷർട്ടിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്ന അക്രമിയുടെ ചിത്രമാണ് പുറത്തുവന്നത്. അതേസമയം മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. കരീന കപൂറിന്റെയും സെയ്ഫ് അലി ഖാന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. അണുബാധ സാധ്യത ഒഴിവാക്കാൻ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ സ്വപ്ന ദൗത്യമായ സ്പാഡക്സിന്റെ വിജയത്തിന് പിന്നാലെ ഡോക്കിംഗ് ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ISRO. 2025 ജനുവരി 16 പുലർച്ചെ 2 സ്പാഡക്സ് ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ് ആണ് ISRO വിജയകരമായി പൂർത്തിയാക്കിയത്. ഇതോടെ ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. റഷ്യ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങളാണ് ഇതിനു മുൻപ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ വിജയിച്ച മറ്റ് 3 രാജ്യങ്ങൾ. ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 പാർലമെന്റിൽ അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനം ഈ മാസം 31 മുതൽ 2 ഘട്ടമായി ചേരും. ആദ്യഘട്ട ബജറ്റ് സമ്മേളനം ഈ മാസം 31 മുതൽ ഫെബ്രുവരി 13 വരെയാകും നടക്കുക. 2ാം ഘട്ടം മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെയും നടക്കും. 31 രാഷ്ട്രപതി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. മുംബൈ മാരത്തൺ ഓടാനൊരുക്കുന്ന ഡോക്ടർ KM എബ്രഹാമിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജേഴ്സിയും ഫ്ലാഗും കൈമാറി. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി CEO ആണ് ഡോക്ടർ KM എബ്രഹാം. വയനാട്ടിൽ വൻ നാശം വിതച്ച ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡോക്ടർ KM എബ്രഹാം മുംബൈ മാരത്തണിൽ പങ്കെടുക്കുന്നത്. 42 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഫുൾ മാരത്തൺ ആണ് ജനുവരി 19 നടക്കുന്ന മുംബൈ മാരത്തൺ. മന്ത്രി KB ഗണേഷ് കുമാറും സഹോദരി ഉഷ മോഹൻദാസും തമ്മിലുണ്ടായിരുന്ന സ്വത്ത് തർക്ക കേസിൽ ഗണേഷിന് അനുകൂലമായി നിർണായക വഴിത്തിരിവ്. ആ കയ്യൊപ്പുകൾ അച്ഛൻ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെ. ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയ വിൽപത്രത്തിൽ സ്വത്തുക്കൾ KB ഗണേഷ് കുമാറിന്റെ പേരിൽ നൽകിയിരുന്നു. ഈ വിൽപത്രത്തിലെ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പുകൾ വ്യാജമാണെന്ന സഹോദരി ഉഷ മോഹൻദാസിന്റെ വാദം തെറ്റാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുവന്നു. വിൽപത്രത്തിലെ ഒപ്പുകളെല്ലാം ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ച ഫോറൻസിക് റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 105.35 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.58 രൂപ, ഒരു യൂറോ 88.92 രൂപ, ഒരു പൗണ്ട് 1.22 US ഡോളർ. ISLൽ ജയം തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. രാത്രി 7:30 കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് എതിരാളികൾ. ISL 2ാം പാദത്തിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്.
അവസാന 4 കളിയിൽ 3-ലും ജയിച്ച കൊമ്പന്മാരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ വീണ്ടും സജീവമാണ്. കഴിഞ്ഞ കളിയിൽ ഒഡീഷയ്ക്കെതിരെ പിന്നിൽ പൊരുതി കയറിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തകർപ്പൻ ജയം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.